സ്തോത്രം. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവാപര്യന്തം കാത്തിടുവേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുവേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുവേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാമാകിലും ജ്വാലതൻ തെല്ലും യേശാദിമ്മാനുവേൽ നടത്തിടുമേ. സാക്ഷാൽ യുഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ അടിപ്പീണരാൽ അവൻ സൗഖ്യമാക്കി ഇന്നും ഇമ്മാനുവേലവൻ നടത്തിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ ഇന്നും ഇമ്മാനുവേലവൻ നടത്തിടുമേ. ജയശാലിയായവൻ വന്നിടുമേ, എല്ലാ പ്രതിഫലവും അവൻ തന്നിടുമേ. ആത്മാവിനാലതിനാലൊരുക്കി നമ്മെ ഇമ്മാനുവേൽ അവൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 7-ാം സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവർ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ. എനിക്ക് വേണ്ടി ഉണരണമേ. നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ. നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവേ, എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി ആ ദിവസം ഇന്ന് എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. ഇന്ന് നീ എന്നോടുകൂടെ പാർദീസയിൽ ഇരിക്കും. ഇന്ന് എന്ന് പറഞ്ഞത് ക്രിസ്തു രക്ഷയുടെ വചനം സംസാരിച്ചു. അതെ, രക്ഷ എന്നത് എപ്പോഴും ഇന്ന് എന്നതിനെ ആധാരമാക്കി ഉള്ളതാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. 2 കൊരിന്ത്യർ 6:2. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും
പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ എന്ന് എബ്രായർ 3:7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്നു. അമ്മേ, അതിനാൽ നമുക്ക് ഇന്നൊരു ദിവസം കൂടി ദൈവം ദാനമായി തന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയായ ഹല്ലേലൂയ ദൈവവചനങ്ങൾ അനുസരിക്കുക. അബേ, ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി ഹല്ലേലൂയ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ നാളുകളിൽ ഒരു ദിനം കൂടി, ഇന്ന് എന്നൊരു ദിനം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നത് ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ്. കർത്താവേ, എനിക്കിന്നൊരു ദിവസം കൂടി ഭൂമിയിൽ അവസരം തന്നത്, എന്നെക്കുറിച്ച് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു, അതിൻ പ്രകാരം ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് ദൈവസേനയിൽ ഏൽപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ നാളുകളിൽ ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു ദിനം കൂടി അങ്ങ് ദാനമായി തന്നത് അങ്ങ് മഹൽ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവേ. അടിയങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് എന്നൊരു ദിവസം കൂടി ദാനമായി തന്നതുകൊണ്ട് ദൈവം ഞങ്ങളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അതിന് പ്രകാരം ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം അടിയങ്ങളെ സ്നേഹിച്ച് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ സ്വസ്ഥതയും സമാധാനമില്ലാതെ പിശാചിന് അടിമപ്പെട്ട് രോഗത്തിലും ഭാരത്തിലും പാപത്തിലും അകപ്പെട്ട് കിടന്ന ഞങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച് യേശുവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുവാൻ, അങ്ങയുടെ ഇമ്പ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാത്തക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം കർത്താവേ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവന് നീക്കി നിലനിൽക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ ദൈവ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാത്തക്കൊണ്ട് അടിയങ്ങളെല്ലാം സഹായിക്കണമേ. രക്തത്താലും അടിയങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കണമേ, നടത്തണം അപ്പ. ഞങ്ങളുടെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കാണുവാൻ ഞങ്ങളെ കുടുംബമായി യേശുപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകണം കർത്താവ്. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം യേശുപ്പൻ്റെ വിശുദ്ധ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യണപ്പാ. ശത്രു കാണാതെ ദുഷ്ടം തൊടാതെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണപ്പാ. സുവിശേഷ വിരോധികൾ നിമിത്ത കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിന് അപ്പാ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനൊരു സുബോധങ്ങൾ നൽകണപ്പാ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നല്ലോ കർത്താവ്. അപ്രകാരം ഹല്ലേലൂയ മൂഢരായി നിത്യനരകത്തിലേക്ക് നശിച്ചു പോകാനിടയാകണം. നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കും ആദിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല വിധം ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ആമേൻ.